ഒമാനിൽ നടന്ന പുതിയ ചർച്ചകളിൽ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ നിരസിച്ചിരിക്കുകയാണിപ്പോൾ. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് അദ്ദേഹം ശക്തമായി പറയുകയും ചെയ്തു. അമേരിക്കയുമായുള്ള പുതുക്കിയ ചർച്ചയിൽ ഞങ്ങൾ സമാധാനം കൂടുതലും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് അമേരിക്കയുടെ ആവശ്യം അസൗകര്യമെന്ന് വിളിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ തള്ളിക്കളയുകയായിരുന്നു. ഇറാൻ സമാധാനപരമായ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ തുടരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഒമാനിലെ മസ്കറ്റിൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാഗ്ചി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇരു കക്ഷികളും മെച്ചപ്പെട്ട ധാരണയിൽ എത്തിയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. മുൻപത്തെ 3 റൗണ്ടുകളെക്കാൾ വളരെ ഗൗരവമേറിയതും അതുപോലെ സത്യസന്ധവുമായിരുന്നു 4ാം റൗണ്ട് ചർച്ചകളെല്ലാം എന്നാണ് അരാഗ്ചി മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഇനിയും കൂടുതൽ വിശദമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. മാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണവും അതുപോലെ ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതും ഇറാന്റെ കേന്ദ്രബിന്ദുവാണെന്ന് അരാഗ്ചി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യഥാർത്ഥ കാഴ്ചപ്പാടിൽ സമ്പുഷ്ടീകരണം തീർച്ചയായും തുടരേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടമില്ല എന്ന് അദ്ദേഹം ശക്തമായി തന്നെ പറയുകയും ചെയ്തു. എങ്കിൽ പോലും വിശ്വാസം വളർത്തുന്നതിനുള്ള ആവശ്യങ്ങൾക്കായി ചില പരിമിതികൾ നടത്താമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘം ഞായറാഴ്ച രാവിലെയായിരുന്നു മസ്കറ്റിലേക്ക് വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഡെപ്യൂട്ടി മജീദ് തഖ് റാവഞ്ചി ഉൾപ്പെടെയുള്ള ഉന്നതതല നയതന്ത്ര സാങ്കേതിക സംഘങ്ങൾക്കൊപ്പമായിരുന്നു ഈ യാത്ര നടന്നിരുന്നതും. ഒമാനി പ്രധാനമന്ത്രി ബദർ അൽ ബുസൈദിയെ സന്ദർശിച്ചും അതുപോലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിൽ ഒമാൻ ഇടപെടുന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ടും അരാഗ്ചി ഈ ചർച്ച തുടങ്ങുകയായിരുന്നു. ചർച്ചകൾ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് ഒമാന്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളെയും അതുപോലെ പ്രതികരണങ്ങളെയും കുറിച്ച് അൽ ബുസൈദി അരാഗ്ചിക്ക് വിശദീകരിക്കുകയും ചെയ്തു കൊടുത്തു. ഈ പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയെ പറ്റിയും അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി. കഴിഞ്ഞ മാസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ രൂപപ്പെടുത്തുന്ന പ്രധാന വിഷയങ്ങളിൽ ഇറാന്റെ ഈ നിലപാട്, പ്രത്യേകിച്ചും ഉപരോധ ഇളവുകൾ, അതുപോലെ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം എന്നിവയെക്കുറിച്ചുള്ള നിലപാടിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന കാര്യം അരാഗ്ചി കൂടിക്കാഴ്ചയിൽ ശക്തമായി തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അരാഗ്ചിയും പ്രതിനിധി സംഘവും ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെ ഒമാനി മധ്യസ്ഥതയിലൂടെ ഇരുപക്ഷവും ഏകദേശം 3 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ചകളും നടത്തിയിരുന്നു. മാരത്തൺ സെഷനു ശേഷം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഇസ്മയിൽ ബഖായി ചർച്ചകളെ ബുദ്ധിമുട്ടുള്ളതും അതുപോലെ ഉപയോഗപ്രദമായിരുന്നുവെന്നും വിശേഷിപ്പിച്ചിരുന്നു. 4ാം റൗണ്ട് ചർച്ചയിലും അതുപോലെ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു അമേരിക്ക കൂടുതലും കൈക്കൊണ്ടിരുന്നതും. ഇത് യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് വളരെയധികം തടസ്സം സൃഷ്ടിക്കുന്ന നിലപാട് കൂടിയായിരുന്നു. ഇറാന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അമേരിക്കയും അതുപോലെ സഖ്യകക്ഷികളും പല പ്രാവശ്യം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാജ്യത്തിന് ആയുധ ഗ്രേഡ് യുറേനിയം വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു തുടക്കം നൽകുമെന്ന അഭിപ്രായമാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണങ്ങൾ ഇറാൻ നിരവധി പ്രാവശ്യം തള്ളിക്കളഞ്ഞതുമാണ്. സമീപ ഭാവിയിൽ നടക്കാനിരിക്കുന്ന അടുത്ത കൂടിക്കാഴ്ചയിൽ കാത്തിരിക്കുകയാണെന്നും പേര് വെളിപ്പെടുത്താതെ ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇരു കക്ഷികളും ഇപ്പോൾ സാങ്കേതിക ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 വർഷത്തിനു ശേഷം 2015 ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുന്ന നിലപാടായിരുന്നു അന്ന് കൈക്കൊണ്ടിരുന്നതും. പക്ഷേ ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി തന്നെ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പകരമായി ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിലാണ് കരാർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അറബ് മേഖലയിലെ നാമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇറാൻ മന്ത്രി സൗദി അറേബ്യയിലേക്ക് വരികയും ചെയ്തു. ഇന്ത്യയിൽ നിന്നും മടങ്ങിയ ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരാഗ്ചിയാണ് സൗദിയിലേക്ക് വന്നിരുന്നത്. മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഇറാൻ സൗദി നേതാക്കൾ ചർച്ച ചെയ്യുമെന്നാണ് നിലനിൽക്കുന്ന ഒരു സൂചന എന്നതും. പാകിസ്ഥാനുമായും ഇന്ത്യയുമായും അടുപ്പം നിലനിർത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ് GCCയിൽ നിലനിൽക്കുന്നത്. അതിനാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം വേഗത്തിൽ പരിഹരിക്കണമെന്നാണ് നേതാക്കൾ ഉയർത്തുന്ന ആവശ്യവും. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു വിദേശകാര്യ സഹമന്ത്രി കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ ഇന്ത്യയിലേക്ക് അയച്ചതും അതുപോലെ ചർച്ചകൾ നടത്തിയതും. ഇതിന് തൊട്ട് പിന്നാലെ കൂടിയാണ് GCCയിലെ തുടർ ചർച്ചകളെല്ലാം. അമേരിക്കൻ പ്രസിഡന്റ് ഈ മാസം 13 മുതൽ 16 വരെ GCC പര്യടനം നടത്തുകയും ചെയ്യും. ഈ സാഹചര്യത്തിനിടെ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിൽ ചർച്ചകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രംപ് GCCയിൽ എത്തുകയാണെങ്കിൽ കോടികളുടെ ആയുധ വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിനിടെ ഇറാൻ നടത്തുന്ന നീക്കം ട്രംപിന്റെ
സന്ദർശന വേളയിൽ സൗദിയും ഖത്തറും സ്വീകരിക്കുന്ന നിലപാടിനെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യും. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളാണ് ട്രംപ് കൂടുതലും സന്ദർശിക്കുന്നതും. രണ്ടാം പ്രാവശ്യം പ്രസിഡന്റായ ശേഷം ട്രംപ് നടത്തുന്ന ആദ്യ വിദേശ നയതന്ത്ര പര്യടനം കൂടിയാണിത്. സൗദി അറേബ്യയും ഖത്തറും UAEയും അമേരിക്കയിൽ നിന്ന് യുദ്ധവിമാനങ്ങളും അതുപോലെ ആയുധങ്ങളും ഓർഡർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ഇറാൻ മന്ത്രി ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സ്ഥിതി സൗദി അറേബ്യ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ഈ സാഹചര്യത്തിനിടെ പേർഷ്യൻ ഗൾഫിന്റെ പേര് അമേരിക്ക മാറ്റുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കൂടാതെ ട്രംപ് ഇക്കാര്യം പറഞ്ഞതിനെതിരെ ഇറാൻ കടുത്ത ഭാഷയിലായിരുന്നു പ്രതികരണം നടത്തിയിരുന്നതും. അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണിതെന്നും അംഗീകരിക്കില്ലെന്നും ഇറാൻ ശക്തമായി തന്നെ വെളിപ്പെടുത്തി. പേർഷ്യൻ ഗൾഫിനെ അമേരിക്കൻ ഗൾഫ് എന്ന് പേര് മാറ്റണമെന്ന ആവശ്യമാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വേളയിലാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാർ പ്രധാനമായിട്ടും ഒപ്പുവെച്ചിരുന്നതും. ട്രംപ് അധികാരത്തിലെത്തിയ ആദ്യ വേളയിൽ തന്നെ കരാർ റദ്ദാക്കി. മാത്രമല്ല, ഇറാനെതിരെ ഉപരോധം ശക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം പ്രസിഡന്റായ ജോ ബൈഡൻ ഈ കരാർ തൊട്ടിട്ടില്ല. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ വേളയിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ വലിയ രീതിയിലാണ് നടക്കുന്നത്. ഹൂതികളുമായി അമേരിക്ക കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിലെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ട്രംപിന്റെ ഈ GCC സന്ദർശനം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ മാറിയിരിക്കുന്നത്. അമേരിക്ക ആക്രമണം നിർത്തുമെന്നും പകരം ചെങ്കടലിലൂടെ അമേരിക്കൻ കപ്പലുകൾക്ക് യാത്ര സുഗമമാക്കുമെന്നുമാണ് നിലനിൽക്കുന്ന കരാർ എന്നത്. അമേരിക്ക ഹൂതികളോട് നിലപാട് മയപ്പെടുത്തിയതിൽ ഇസ്രയേലിന് വലിയ പ്രതിഷേധവുമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, സൗദി അറേബ്യയിലെ ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇറാൻ മന്ത്രി അബ്ബാസ് അരാഗ്ചി ഖത്തറിലേക്കായിരിക്കും തിരിക്കുക. അറബ് ഇറാൻ ചർച്ച ഖത്തറിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന ഒന്നുകൂടിയാണ്. ആണവ കരാറും വലിയ ചർച്ചയാകുന്നതാണ്. ഇറാനും അതുപോലെ പശ്ചിമേഷ്യയ്ക്കും ദോഷകരമായി ബാധിക്കുന്ന ഒരു കരാറും അമേരിക്കയുമായി ഉണ്ടാകില്ല എന്നാണ് ഇറാൻ പ്രധാനമായിട്ടും വ്യക്തമാക്കുന്ന കാര്യം. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ വീണ്ടും ശക്തമാവുകയാണ്. മാത്രമല്ല, സിറിയയിലും ലെബനനിലും ഷിയ സംഘങ്ങൾ തകർന്നത് ഇറാന്റെ പ്രോക്സി വാറിന് തിരിച്ചടിയായിരുന്നു. ഇതിനുശേഷം അമേരിക്കയുമായും ഇസ്രയേലുമായും കൊമ്പ് കോർക്കുന്നത് ഇറാൻ കുറയ്ക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ആണവ കരാറിൽ വീണ്ടും ചർച്ചകൾ തുടങ്ങിയതും അതുപോലെ സമവായ സാധ്യതകൾ ഇറാൻ തേടുന്നതും. ഇന്ത്യയിലും GCCയിലും ഇറാൻ വിദേശകാര്യമന്ത്രി എത്തുമ്പോൾ പല രീതിയിലാണ് അന്തർദേശീയ മാധ്യമങ്ങൾ അത് വിശകലനം കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്.